ഇന്റർനാഷണൽ ഇതില് രൂപയുടെ മൂല്യം അങ്ങ് തകർന്നു പോയല്ലോ. അപ്പൊ ഈ എക്സ്പോർട്ടർ ആയിട്ടുള്ള അങ്ങേക്ക് അത് ഒരു നേട്ടമല്ലേ? എങ്ങനെയാണ്? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മൂല്യം, അതായത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ, എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത്. ഇപ്പോൾ ഈ തീരുമാനം വന്ന ഉടനെ തന്നെ 2 രൂപ മൂല്യം കൂടി. എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് എടുത്തൊരു നിലപാടാണത്. ഇത് ചൈനയും എടുത്തിട്ടുണ്ട്, കംബോഡിയയും എടുത്തിട്ടുണ്ട്, വിയറ്റ്നാമും എടുത്തിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് രൂപയെ ഡിപ്രിഷ്യേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വ്യവസായികളെ സംരക്ഷിക്കുന്ന ഒരു നയം. അതിലെന്താ തെറ്റ്? അത് നല്ലതല്ലേ? അത് ഇതെല്ലാം ഓരോരുത്തരുടെ ആശയങ്ങളാണത്. ഇപ്പോൾ ഈ കലാപം, NDA എന്ത് കലാപം ഇവിടെ ഉണ്ടാക്കിയത്? BJP എന്ത് കലാപം ഉണ്ടാക്കിയത്? നമ്മൾ ഇവിടുത്തെ LDFും UDFും പറയുകയാണ് NDA കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതാണോ കലാപം? നമ്മൾ വ്യക്തമായിട്ടൊരു കാര്യം പറയണം. ഈ 12 വർഷക്കാലം NDA ഇന്ത്യ ഭരിച്ചു. എന്ത് കലാപമാണ്? ഇന്ത്യക്ക് ദൂഷ്യമായിട്ട് എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 12 വർഷം മുമ്പ് വിദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് കരുതിയിരുന്നത്. ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ നോക്കിയിരുന്ന കാലമുണ്ട്. തല കുനിച്ച് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ മോഡിജി ഫസ്റ്റ് പറയുന്ന പേരാണത്. അവർ പറയുന്ന ഇന്ന് നമ്മുടെ തല ഉയർത്തി നിൽക്കാം അന്തസ്സോടെ. ഇന്ത്യ ലോകത്തിൽ തന്നെ ഒരു ശക്തിയായി മാറി. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നേതാവ് ആരാണത്? ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയാണത്. വേറൊരു നേതാവുണ്ടോ? റഷ്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്നുണ്ടോ? യൂറോപ്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? ചൈനീസ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ എത്രത്തോളം അതിൻ്റെ യശസ് ഉയർത്തി, അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ കേജ്രിവാൾ പറയുകയാണ് NDAക്കാർ കലാപം ഉണ്ടാക്കുന്നവരാണ്. അതല്ല അതിൻ്റെ ആശയം. ഇവിടെ പിണറായി വിജയൻ, നമുക്കറിയാലോ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു മാസം 2021 12 പ്രാവശ്യം ഇവിടെ ഉണ്ടാകുന്ന മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് എല്ലാവരും എൻ്റെ ഫാക്ടറി റെയ്ഡ് ചെയ്തു. ഒറ്റയ്ക്ക് നിന്ന് പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ എനിക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയാണ് ഒരു ED വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ മനസ്സിലിരുന്നാൽ മതി. ഞങ്ങൾ നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ നിയമം 100% അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏക ഫാക്ടറി ഞങ്ങളാ. ED അല്ല, CBI അല്ല, CIA അല്ല, KGB വരട്ടെ, അന്വേഷിക്കട്ടെ. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അതിന് ഒരു ചുക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു രോമം പറിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇതിലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ നിങ്ങൾ കോടതിയെ സമീപിക്കുക. ഇവിടെ ഹൈക്കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി ഉണ്ടല്ലോ. നിങ്ങൾ തെളിയിക്ക്. എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഫെമ വയലേഷൻ അല്ലെങ്കിൽ EDയുടെ സാമ്പത്തിക വയലേഷൻസ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്ക്. പിന്നെ നോട്ടീസ്, ഇൻകം ടാക്സുകാർ നോട്ടീസ് അയക്കും, പ്രോവിഡൻറ്റ് ഫണ്ടുകാർ നോട്ടീസ് അയക്കും, ESIക്കാർ നോട്ടീസ് അയക്കും. അത് അവരവരുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ കുറ്റം ചെയ്തു എന്നല്ല. അത് പിണറായി വിജയനോട് ചോദിക്കണം. 10 വർഷം ഭരിച്ചിട്ട് ഇതുവരെ ശബരി എന്നൊരു വാക്കും മിണ്ടാത്ത ഒരാൾ ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ, അപ്പോൾ വന്നിട്ട് പറയുകയാണ് 3800 കോടിയിൽ പകുതി ഞങ്ങൾ വഹിക്കും. അതിന് എവിടെന്നാ പൈസ? ഇവിടെ മീൻ മേടിക്കാൻ പൈസയില്ല. എന്നിട്ടാണ് പറയുന്നത് 3800 പകുതി ഞങ്ങൾ വഹിക്കും. അത് ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാ. ഇത് വേണമെങ്കിൽ 25 വർഷം സമയമുണ്ടായിരുന്നു.
അന്ന് ചെയ്തിരുന്നെങ്കിൽ 1000 കോടിക്ക് തീരാവുന്ന പദ്ധതിയാണ് ഇപ്പം 3800 കോടിയായിരുന്നത്. ആരെങ്കിലും അതിനൊരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ, LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ആ ശബരിപാത വർഷങ്ങൾ, ഒരു 10 വർഷം മുമ്പേ എങ്കിലും നടപ്പിലായി ആളുകൾ, പ്രത്യേകിച്ച് ഭക്തർക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടായേനെ.